പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായിലേക്കും എന്നും
വസിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥായി നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. വിശുദ്ധരിൽ സപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊപ്പം വളരുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തെയും നാഥായി നയിക്കും. േയും കൂടിയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങിവന്ന അബ്രഹാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വരങ്ങളിലിരുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹിക്കട്ടെ. അബ്രഹാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുകൊടുക്ക, സമ്പത്തെല്ലാം നീ എടുത്തുകൊടുക്ക. അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുന്നിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്ക് മാത്രമേ എനിക്ക് വേണ്ടൂ. ആനറും എഷ്കോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ. അവരുടെ സുരനെ നീതം ഞാൻ സുസ്ഥിരനാക്കും. ഓരോസിൻ നിശബദം വിതരമോർക്കണമേ. വിശ്രമഗീതത്തിൽ പേടകമൊപ്പം നീ ആഗതനാകണമേ. ദാവീദിനെയോ തനിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവനുടെ സുതനെ നിയതം ഞാൻ സുസ്ഥിരനാക്കും. ക്രോണോസിൽ നിക്ഷപരം വിതരാമോർക്കണമേ. നിത്യപിതാവിനും സുതനും ഊഹായും സ്തുതിയുണ്ടാകട്ടെ. ദാവീദിനെയോ തനിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവനുടെ സുതനെ നിയതം ഞാൻ സുസ്ഥിരനാക്കും. ക്രോണോസിൽ നിക്ഷപരം വിതരാമോർക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദാവീദിനെയോ തനിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവനുടെ സുതനെ നിയതം ഞാൻ സുസ്ഥിരനാക്കും. ക്രോണോസിൽ നിക്ഷപരം
പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗ്ഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അവന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനുമാണെന്ന് വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുത്തുകയും ചെയ്യുന്നു. അവന്റെ വിളികൾ തീനാളം പോലെ. അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെ മേൽ അത് പതിക്കും. ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണ്? യേശു പ്രതിഫലിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവരെ പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എന്റെ സേവകന്മാർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിഫലിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണ് എന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം ശ്രമിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി.
അങ്ങയുടെ രാജ്യം വരണമേ. ഈശ്വരനായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഒരിക്കൽ ഒരു ഫ്രീ ടൈമിൽ ഒരു ടീച്ചർ കുട്ടികൾക്കായിട്ട് ഒരു അസൈൻമെന്റ് കൊടുത്തു. അസൈൻമെന്റ് വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു രാജാവിന്റെ ചിത്രം വരയ്ക്കുക. വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് രാജാവ് എന്നതിനെ കുറിച്ച് ഒരു ആലോചന നടത്തണം. കാരണം ബ്രിട്ടീഷ് രാജ്യത്തിൽ നിന്ന് പോയിട്ട് ഏകദേശം 77 വർഷം കഴിഞ്ഞു. രാജാവിനെ കുറിച്ചുള്ള ചിന്ത ചിലപ്പോൾ വികലമായിരിക്കും. താഴെ ക്ലാസ്സിലെ കുട്ടികൾ അവർ കൂട്ടം കൂടി ചിന്തിച്ചു എങ്ങനെയാണ് രാജാവിനെ വരയ്ക്കുക എന്ന്. ഒരു മെഡിക്കൽ പറഞ്ഞു രാജാവിനെ വരയ്ക്കണമെങ്കിൽ ഒത്തിരിയേറെ നല്ല കളർ പെൻസിലുകൾ വേണം. കാരണം സ്വർണ്ണ കളർ വേണം, വ്യത്യസ്തമായ വേഷഭൂഷാദികൾ വരയ്ക്കണം. അതിനുവേണ്ടി കളർ പെൻസിലുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കണം. മറ്റുള്ളവരും അവരുടെ ആശയങ്ങൾ പങ്കുവച്ചു. കിരീടം വേണം, നല്ല ആടയാഭരണങ്ങൾ വേണം, നല്ല വസ്ത്രങ്ങൾ വേണം. ഇങ്ങനെ ഒത്തിരിയേറെ ചിന്തകൾ അവർ പങ്കുവെച്ച് അവർ രാജാവിനെ വരയ്ക്കുവാനായിട്ട് ആരംഭിച്ചു. നമ്മുടെ മനസ്സിൽ രാജാവിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ ഈ കിരീടം, ഈ വേഷഭൂഷാദികളും, ഈ മഹത്വവും ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കും. 1925 11 പീയൂസ് മാർപ്പാപ്പയാണ് ഈശോയുടെ ക്രിസ്തുവിനെ രാജ്യത്വ തിരുനാൾ ഒരു തിരുനാളായി പ്രഖ്യാപിച്ചത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വരുവാനിരിക്കുന്നവൻ രാജാവായിരിക്കും എന്ന വലിയ കാഴ്ചപ്പാടവരുണ്ടായിരുന്നു. ജെറുസലേമിലുള്ള രാജകീയ പ്രവേശനവും ഒരു രാജാവിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതിനെ അടയാളമാണ്. പീലാത്തോസ് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവാണല്ലേ എന്ന്. യഹൂദന്മാരുടെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കത്ത് പ്രാർത്ഥനയിൽ അങ്ങനെ രാജ്യം വരണമേ എന്ന്. സഭയെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അടുത്ത 1-ാം തീയതി മുതൽ നോമ്പ് ആചരണം ആരംഭിക്കും. മംഗളവാർത്ത കാലത്തേക്ക് കടക്കും. അതിനുശേഷം ക്രിസ്തുവിനെ പിറവി തിരുനാൾ കാലത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ദഹനകാലത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം നോമ്പുകാലത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ വ്യത്യസ്തമായ രക്ഷാകര ചരിത്രം ഓർക്കുന്നതാണ് സഭ കാലങ്ങൾ. ഇത് അവസാനത്തെ കാലഘട്ടമാണ്, പള്ളിക്കുദാശ കാലഘട്ടം. ഈ പള്ളിക്കുദാശ കാലഘട്ടത്തെ അവസാന ഞായറാഴ്ചയാണ് ഇന്നാണ് സഭ ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ രാജാവായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും രാജ്യത്തിൻ്റെതായ ഒന്നും അവരിൽ പ്രകടിതമായിരുന്നില്ല. രാജാക്കന്മാർ ജനിക്കുക രാജകൊട്ടാരത്തിലാണ്. എന്നാൽ അവർ ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, മറിച്ച് പുൽത്തൊഴുത്തിലാണ്. അവൻ വേഷഭൂഷാദികളുണ്ടായിരുന്നില്ല, അവൻ സൈന്യമുണ്ടായിരുന്നില്ല, അവൻ മന്ത്രിമാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ 12 മന്ത്രിമാരുണ്ടായിരുന്നു. അവരാകട്ടെ മുക്കുവന്മാരായിരുന്നു. അവന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നീട് അവന്റെ രാജ്യത്തിലേക്ക് വന്നു കയറിയവരാണ് നമ്മളെല്ലാവരും.
ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം അല്ലെങ്കിൽ ഈശോയുടെ രാജ്യത്തിന്റെ രൂപം ബോധ്യങ്ങളാണ്. അവൻ വീണ്ടും വരും, രാജാതിരാജനായി അവൻ വീണ്ടും വരും, വിധികർത്താവായിട്ട്. ആ ബോധ്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അവനാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളെ പ്രതീക്ഷിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ ആ രാജാതിരാജന്റെ തിരുഹൃദയത്തിൽ നമ്മുടെ ഭവനങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അവന്റെ ഗുണഗണങ്ങളുമായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ വ്യക്തമായി പറയുന്നത് ഞാൻ രാജാവാണ് എന്ന് നീ തന്നെ പറയുന്നു. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞ് അതിർത്തികൾ തിരിച്ചല്ല എന്റെ രാജ്യം, അതിനേക്കാളൊക്കെ അപ്പുറം ഹൃദയങ്ങളെ കീഴടക്കുന്നതാണ് എന്റെ രാജ്യം. ഒന്നോർത്ത് നോക്കുക, രാജാക്കന്മാർ ഒത്തിരിയേറെ ഈ ഭൂമിയിൽ വാണുപോയിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പലരുടെയും പേരുകൾ നമുക്ക് ലഭ്യമല്ല, പലരെയും നമ്മൾ അറിയുകയില്ല. എന്നാൽ ഐഹികമല്ലാത്ത ഈ രാജാവിനെ എല്ലാവരും അറിയും. കാരണം അവൻ രാജ്യം സ്ഥാപിച്ചത് ഹൃദയത്തിലാണ്, അവൻ രാജ്യം സ്ഥാപിച്ചത് സ്നേഹത്താലാണ്, അവൻ രാജ്യം സ്ഥാപിച്ചത് കാരുണ്യത്താലാണ്, അവൻ രാജ്യം സ്ഥാപിച്ചത് പ്രാർത്ഥനയാലും മാതൃകയാലും ഉത്തരവാദ നിർവഹണത്തിലുമാണ്. അവൻ രാജ്യം സ്ഥാപിച്ചത് സ്വജീവൻ സമർപ്പിച്ചാണ്. അവന്റെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിൽ അവന്റെ സമാധാനവും അവന്റെ ശാന്തിയും അവന്റെ ഐശ്വര്യവും അവന്റെ ഉത്തരവാദിത്വവും അവന്റെ ബന്ധങ്ങളും ഇതെല്ലാം സംജാതമാക്കുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കത്ത് പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. സ്നേഹമുള്ളവർ, അവിടുത്തെ രാജ്യം വരുവാനായിട്ട് നമുക്കൊരു സാധിക്കണം. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ 47ാം പ്രസിഡന്റിനുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി പ്രചാരണത്തിനിടയിൽ അവിടുത്തെ കുറച്ചുപേർ വിളിച്ചുകൂടുകയാണ് ക്രൈസ്റ്റ് ദ കിങ് എന്ന്, ക്രിസ്തു എന്ന രാജാവ് എന്ന്. അപ്പോൾ കമല ഹാരിസ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റി, ഇത് നിങ്ങളുടെ കൺവെൻഷൻ അല്ല. അത് മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കി എടുക്കുകയാണ്. പിന്നീട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്, ക്രിസ്തു രാജാവാണ് എന്ന്. ജനം ഏറ്റുപറയുന്നതായിട്ടും ജനം അത് ഒരു മുദ്രാവാക്യമായിട്ട് ഏറ്റെടുക്കുന്നതുമായി കാണുവാനായി സാധിക്കും. പിന്നീട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതായിട്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തു രാജാവാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. അതിന് ആ രാജാവിന്റെ രാജ്യത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിച്ച് മുന്നേറുന്നത് എന്ന ബോധ്യം വേണം. എന്റെ കുടുംബത്തിൽ ഞാൻ അധികാരിയായിരിക്കുമ്പോഴും, ഞാൻ എവിടെയായിരിക്കുമ്പോഴും, ഭർത്താവായിരിക്കുമ്പോഴും, ഭാര്യയായിരിക്കുമ്പോഴും, മകനായിരിക്കുമ്പോഴും, ബന്ധുമിത്രാദികളായിരിക്കുമ്പോഴും അവന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട്, അവന്റെ രാജ്യം വരുവാനായിട്ട്, അവന്റെ സ്നേഹത്തിൽ, അവന്റെ കാരുണ്യത്തിൽ, അവന്റെ ക്ഷമയിൽ, അവന്റെ മാതൃകയിൽ നമുക്ക് മുന്നേറുവാനായി സാധിക്കും. അവിടുത്തെ രാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഭരിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് അവിടെ എനിക്ക് സ്വാഭാവികമായി നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി തന്നെ വിലയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ
സകല ജനപദങ്ങളുടെ രക്ഷകനായി ഏറ്റുപറയുവാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, മിശിഹായുടെ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങൾ സഭയുടെ പിതാവും തലവനുമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പിതാവിനെ, ഞങ്ങൾ അതിരൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവന ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് വാസുന്നത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ Namaste.
അവരുടെ രാജ്യം ഇന്ത്യയിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആയിരിക്കുന്നത് വരണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കാം. അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ കൃപ യാചിക്കുകയും ചെയ്യാം. അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ പൂർവികർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിമാനബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും മഹാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധ വഴി പിതാവായ ദൈവം തന്റെ കൃപയാൽ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്താകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങനെ സമർത്ഥമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഹോശാന പാടുകയും ചെയ്യുന്നു.
പരിശ്രമ ഉയർത്തിലുള്ള
ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാവങ്ങൾ പൊറുക്കേണമേ, ഓരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാനവൻ മുന്നിൽ. അറിയുന്നു ഞാൻ പാപങ്ങൾ, കാണുന്നു ഞാനവൻ മുന്നിൽ. തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. വിശ്വസിഹായന്റെ നാമത്തിൽ സ്തുതിയും നാഥാവിന്റെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. എന്തടി വന്നു ആസമാനാൻ ഇറങ്ങി വരുന്നു ദൈവം. എന്തടി വന്നു ആസമാനാൻ ഇറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ പരമേശ്വരനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ പരമേശ്വരനെ. വിശ്വസിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂലമായ ശരീരത്തോടെ സ്നേഹങ്ങളോട് സ്വീകരിക്കുക. അനുഭവങ്ങളാകുന്ന ക്ഷണത്തോടെ അപരാധത്തിൽ തിരിഞ്ഞുകൊണ്ട് പാവങ്ങളെ പശ്ചാത്തലമാണ് സഹോദരത്തിന്റെ ഉത്സവിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതോടെ കൃപയെ പാവം സേവിക്കുകയും ചെയ്യാം. പിന്നെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. സകലതയും ദുഷ്ടനെ നമ്മുടെ ആത്മാവിനെ മുക്തമാക്കാം. വിശുദ്ധ ജീവിക്കുകയും പരിസാമാനാൽ പത്രികപ്പെടുകയും ചെയ്യാം. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നവരുടെ വിശ്വാസത്തോടുകൂടി അവരുടെ അപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ,
പരിശുദ്ധവും പരിശുദ്ധവും
ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നയിക്കും. വാഗ്ദാനത്തിൻ പൂർത്തിയായി സുഖനെ നൽകിയ നാഥനും സവതൻ വരനാം മിശിഹായ്ക്കും സ്തുതിഗീതങ്ങൾ പാടിടാം. ദൈവികമാകും തീക്ഷ്ണതയാൽ നിറയാൻ നിർമ്മലരായിടാൻ നമ്മെ നയിക്കും റൂഹായാൽ നിധരാം ജീവനും തിരു സ്നേഹയാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. രക്ഷിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ വെളിപീഠമേ സ്വസ്തി. അനുഗ്രഹിക്കപ്പെടുവാൻ